അങ്ങനെ ഗായത്രി സന്തോഷത്തോടുകൂടെ രണ്ട് പെൺമക്കളെയും മാറോട് ചേർത്ത് വെച്ചിട്ട് അവരുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കാൻ ട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ മുഹൂർത്തത്തിലേക്കാണ് സൂര്യ കയറി വരുന്നത്. അങ്ങനെ സൂര്യയെ കാണാൻ ട്ടോ ഭാവന. അവൾക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. സൂര്യ ഒരുപാട് നേരത്തെ പുറപ്പെട്ടില്ല, എന്താ എത്താൻ ഇത്ര വൈകി എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ റോഡിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നടന്നു വന്നാൽ ഇതിനു നേരത്തെ എത്തിയേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സൂര്യയും. അങ്ങനെ എല്ലാവരും അവിടെ ഒത്തുചേർന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് സൂര്യ ചോദിക്കുന്നതിന് എന്താണ് ഇവിടുത്തെ പരിപാടികളൊന്നും എനിക്കറിയില്ല, എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ വന്നു, എന്താണ് പ്ലാൻ, ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടനും അഭിയേട്ടനും പിന്നെ ഭാനുവും കൂടി ഉണ്ട് എന്നൊക്കെ പറയാണ്. പിന്നീട് അവരുടെ സാരിയുടെ സെലക്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജാനകി. അങ്ങനെ ഓരോ കുശലാന്വേഷണത്തിനിടയിൽ ഗായത്രി ചോദിക്കുന്നുണ്ട്, ഇനി ജയയോട് പറയാത്തതിൽ പരിഭവം ഉണ്ടാവുമോ മോനെ? സൂര്യ പറയുന്നുണ്ട് അതൊന്നുമില്ല ആന്റി, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല, എന്തിനാ വെറുതെ നിങ്ങളുടെ ഈ സന്തോഷത്തിനിടയിൽ ഒരു വിഷമം ഉണ്ടാക്കുന്നത്. മാത്രമല്ല അമ്മയോട് പറയുകയാണെങ്കിൽ മാനസയോടും അച്ഛനോടും അങ്ങനെ എല്ലാവരോടും പറയേണ്ടി വരും, വെറുതെ എന്തിനാ, അച്ഛനോട് ഞാൻ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം ട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നത് നാളെ ഇനി ജയനിർമ്മല അറിയുമ്പോൾ ഇതിന്റെ മാറ്റിൽ പരിഭവം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മോനെ. അതൊന്നും ഉണ്ടാകില്ല ആന്റി, ഇനി വരികയാണെങ്കിൽ അപ്പോഴല്ലേ, അപ്പോൾ വരുന്നിടച്ച് കാണാം എന്നൊക്കെ പറയാണ്. എന്തായാലും ഇന്ന് നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ സന്തോഷത്തോടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാം ട്ടോ. അങ്ങനെ ഗായത്രിയും ജാനകിയും മായും എല്ലാവരും കുറച്ച് പരിപാടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാണ്. അതേസമയം സേതു പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് അപ്പുറത്തേക്ക് മാറി നിന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് എന്ന് പറയാൻ ട്ടോ. അങ്ങനെ ഭാവനയും സൂര്യയും എല്ലാം അകത്തേക്ക് പോവാണ്. ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് ഇനി ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടാകുമോ സൂര്യ എന്ന് ചോദിക്കുകയാണ്. സൂര്യ പറയുന്നത് ഇത് അങ്ങനെ അത്യാവശ്യ ചടങ്ങൊന്നുമല്ലല്ലോ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ അത്രയല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഈ ആന്റി അല്ലെങ്കിൽ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുക, ഇപ്പോൾ ഒന്നാമത് എന്നോട് നല്ല ദേഷ്യവുമുണ്ട് എന്ന് പറയാൻ ട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത് ഇതിനു മുൻപും അമ്മ നിന്നോട് നല്ല ദേഷ്യത്തിലായിരുന്നില്ലേ, പിന്നീട് എല്ലാം മറന്ന് നിന്നെ സ്നേഹിച്ചിട്ടുമില്ല, അതുപോലെ നീ നോക്കിക്കോ, എല്ലാം നന്നായി പഴയതുപോലെ തന്നെയാകും. അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇതെന്തായാലും അതുപോലെയല്ല സൂര്യ, മാനസയുടെ ജീവിതം തന്നെ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. മാനസയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സൂര്യ. ഒരു പക്ഷേ ദൈവം നമുക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെ മാനസയിലൂടെ തിരിച്ചു തരുന്നതാണെങ്കിലോ, ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് സൂര്യ. എല്ലാം കേൾക്കുമ്പോൾ സൂര്യ പറയുന്നത് എല്ലാം വരുന്നിടത്ത് വരട്ടെ, ഇനി ഇതിന്റെ പേര് ഇന്നത്തെ സന്തോഷം ഇല്ലാതാക്കാൻ ഞാനില്ല. നമ്മൾ ഒന്നായതിനു ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാൻ. പിന്നീട് ഭാവനയെ ചേർത്ത് പിടിക്കാൻ ട്ടോ. എന്നിട്ട് അവളുടെ വാരിൽ കൈവയ്ക്കാൻ. പിന്നീട് അവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കാൻ ട്ടോ. ആ സമയത്താണ് മായ ഭാവനയെ വിളിക്കുന്നത്. വാ നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്ന് പറയാണ് ഭാവന. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി പുറത്തേക്ക് പോവാൻ ട്ടോ. പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ ജയനിർമ്മല ആകെ അസ്വസ്ഥതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ട്ടോ. ഇത് കണ്ടുകൊണ്ട് അജയനും പ്രസീതയും അവിടേക്ക് വരുന്നുണ്ട്. അവർ പരസ്പരം പറയുന്നുണ്ട് ജയ ആകെ അസ്വസ്ഥയാണല്ലോ, സൂര്യ രാവിലെ പോയ തൊട്ട് മുതൽ അവൾ ഇങ്ങനെയാണ്, ഇനി എന്താണാവോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ അടുത്തേക്ക് ചെല്ലുകയാണ്. അജയൻ ചോദിക്കുന്നുണ്ട് എന്താ ജയ നിന്റെ പ്രശ്നം? അപ്പോൾ ജയ പറയുന്നത് സൂര്യ രാവിലെ മുതൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇതുവരേക്കും അവൻ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ പ്രസീത പറയുന്നത് അവനെ ഇവിടെ പോകാൻ, അവൻ ഇങ്ങോട്ടേക്ക് തന്നെ വരില്ലേ? ഇല്ല, അവൻ ആ ഭാവനയുടെ വീട്ടിലേക്ക് പോയിരിക്കുക, അവിടെ എന്തോ വിശേഷമുണ്ട്, ഇന്നലെ അടക്കി പിടിച്ചുള്ള സംസാരം ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് ഉറപ്പാണ് അവൻ അവിടേക്ക് തന്നെ പോയത് എന്ന് പറയാണ്. ഇങ്ങനെ പോയാൽ അവൻ അവിടെ സ്ഥിരമാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രസീത പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ജയ, അവൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കില്ല എന്നൊക്കെ പറയാണ്. അവന് പോകുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ല, അവൻ ഇങ്ങ് വരട്ടെ, ഞാൻ എന്തായാലും അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയൻ പറയുന്നത് ഇനി വല്ല ക്യാഷിന്റെ പരിപാടിയുമായിരിക്കുമോ, അതുകൊണ്ടാകും, അങ്ങനെ എങ്ങാനും അവൻ സംഭവിച്ചു പിന്നീട് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം, അങ്ങനെ വേണ്ടാത്ത പുതിയ ശീലങ്ങളൊന്നും അവന് വേണ്ട എന്നൊക്കെ പറയാണ്. പിന്നീട് മാനസമോള് എഴുന്നേറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയ. ഇല്ല, ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവൾ ഉറങ്ങിയത്, അതുവരേക്കും റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പ്രസീത. ഇനി അവളോട് ദേഷ്യപ്പെടുന്നു നിങ്ങൾ സംസാരിക്കരുത്, അവൾ ഇന്നലെ നിങ്ങളുടെ കൂടെ ഇറങ്ങി പോരാമെന്ന് പറഞ്ഞ് തന്നെ എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടാലും അവൾക്ക് സംശയം തോന്നും, അതുകൊണ്ട് ഞാൻ അധികമൊന്നും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജയ അകത്തേക്ക് പോവാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ നിലവിളക്കും മധുര പലഹാരങ്ങളും ഫ്രൂട്ട്സും ഹാരം അങ്ങനെ പലതരം കാര്യങ്ങളെല്ലാം അവർ ഒരു ഹാള് നിറയെ നിരത്തി വെച്ചിരിക്കുകയാണ് ട്ടോ. എന്നിട്ട് ഭരത്തും രമേശും ഗായത്രിയും ജാനകിയും എല്ലാവരും ചുറ്റും നിന്നും ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗായത്രി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സന്തോഷം എൻ്റെ രണ്ട് മക്കൾക്കും ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഏട്ടത്തി, എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഒരിക്കലും ഭാവനയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല എന്നൊക്കെ പറയാൻ ട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ തന്നെ കാരണം അതിലെ ഏട്ടത്തി എന്നൊക്കെ പറയാണ്. പിന്നീട് മായയോടും ഭാനുവിനോടും അവരെ വിളിച്ചുകൊണ്ടുവരാൻ പറയാൻ ട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം കെട്ട സ്ത്രീയെ ഞാനാണെന്ന് കരുതിയതാണ്, ഇപ്പോൾ ദൈവം എൻ്റെ എല്ലാ ദുഷിച്ച സങ്കടങ്ങളിൽ അകറ്റി എൻ്റെ രണ്ട് മക്കളെയും ഇരു കൈയും നീട്ടി അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ട്ടോ. അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് ഭാവനയെയും
ഭാമയെയും ആനയിച്ചു കൊണ്ടുവന്ന് ആ സദസ്സിൽ ഇരുത്തുകയാണ് കേട്ടോ. വിജയപത്മൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇത്രയും സന്തോഷത്തോടു കൂടി നമ്മളെ കുടുംബം ഒത്തൊരുമിച്ച് കൂടുമെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാത്തിനും ഇപ്പോൾ കാരണം നമ്മുടെ ഈ രണ്ട് മക്കളുടെയും സന്തോഷമാണ്, പ്രത്യേകിച്ചും ഭാവനയുടേത്. പിന്നീട് അവരങ്ങ് ഇമോഷണൽ ആവാൻ കേട്ടോ. ഭാവന കാരണം അവർക്ക് വന്ന മാറ്റങ്ങളും ഭാവനയെ പണ്ട് അവർ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് എന്നും പിന്നീട് ഭാവന അവരെ എങ്ങനെ മാറ്റിയത് അവളുടെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും അവരെല്ലാം എടുത്തു പറയാൻ. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, എന്തിനാണ് ഈ സന്തോഷമുള്ള ഈ മുഹൂർത്തം നമ്മളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സെന്റി അടിച്ച് വഷളാക്കുന്നത്, നമുക്കിന്ന് സന്തോഷിക്കണ്ടേ എന്നൊക്കെ പറയാൻ. അങ്ങനെ വീണ്ടും എല്ലാവരും പഴയൊരു അവസ്ഥയിലേക്ക് തന്നെ വരികയാണ്. പിന്നീട് അവർ ചടങ്ങുകൾ ഓരോന്നായിട്ട് നടത്താനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ ഗായത്രി രണ്ട് മക്കളുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുക്കുകയാണ്. പിന്നീട് അല്പം പൂവിതളൊക്കെ രണ്ടുപേരുടെയും തലയിൽ വിതറിയാണ് കേട്ടോ. പിന്നീട് സൂര്യയും അഭിയും മുന്നോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അവർ അവരുടെ ഭാര്യമാരുടെ കഴുത്തിൽ ഹാരമൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ശേഷം നെറ്റിയിൽ കുങ്കുമം ചാർത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് ആരതി ഒഴിയുന്നൊക്കെയുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ചടങ്ങുകൾ നടക്കുകയാണ്. പിന്നീട് വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് രണ്ടു പേർക്കും മധുരം വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഗായത്രിയും വീട്ടിലുള്ള എല്ലാവരും കണ്ടു നിൽക്കുകയാണ് കേട്ടോ. ശേഷം ഗായത്രി വന്ന് രണ്ട് മക്കളെയും ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ എല്ലാവരോടും പറയുകയാണ്, എൻ്റെ മക്കൾ ഭാഗ്യം ചെയ്തവരാണ്. ഇത് കേൾക്കുമ്പോൾ ഭാവനക്കും ഭാമക്കും സന്തോഷമാവുക കേട്ടോ. ഒരു നിമിഷം അവർ എല്ലാ വിഷമങ്ങളും മതിമറന്ന് സന്തോഷിക്കുകയാണ്. ശേഷം വിജയപത്മനും ജാനകിയും മുന്നോട്ട് വന്നിട്ട് രണ്ടു പേരുടെയും മുഖത്ത് മഞ്ഞളൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മധുരവും വായ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഭാവന, നീ എൻ്റെ പൊന്നു മോളാണ്. ഇങ്ങനെ ഒരു ആത്മബന്ധം നമുക്കിടയിൽ നിലനിൽക്കാൻ കാരണം നീയാണ്. ഒരു നിമിഷം ഞങ്ങളതെല്ലാം മറന്ന് നിന്നോട് പെരുമാറിയിട്ടുണ്ട്. ഒരുപാട് ശത്രുത ഈ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാം കണ്ണു തുറപ്പിച്ചത് നീയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ മനസ്സ് നിറയെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ കാഴ്ചകളെല്ലാം കാണാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗായത്രി പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ആദ്യമായിട്ട് ഭാവനയെ പ്രസവിച്ച സമയത്ത് ഏട്ടത്തിയുടെ കൈകൊണ്ടാണ് അവളെ ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെ ഗായത്രി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദാ എൻ്റെ ഈ രണ്ട് കൈകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. അന്ന് നമ്മുടെ കുടുംബത്തിൽ വന്ന ആദ്യത്തെ കുഞ്ഞായിരുന്നു നമ്മുടെ ഭാവന. ആ ഒരു അവകാശവും തല ഉയർത്തിപ്പിടിച്ചുള്ള അവളുടെ നടത്തവും എല്ലാം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് അവൾ നമ്മളെ എല്ലാവരെയും നോക്കിക്കണ്ടത്. ഇങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ ജാനകി. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, വല്യമ്മേ, എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയുമായിട്ടുള്ളത് വല്യമ്മയും വല്യച്ഛനുമാണ്. ഞാൻ അന്നും ഇന്നും എന്നും അതേ സ്ഥാനത്ത് തന്നെയാണ് നിങ്ങളെ കണ്ടത്. നിങ്ങളും എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പോലെ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. ഇതും കൂടി കേൾക്കുമ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയാൻ കേട്ടോ ജാനകി. കൂടെ അവളെ തലോടിക്കൊണ്ട് വിജയപത്മനും ഉണ്ടായിരുന്നു. ഇവരുടെ പരസ്പരമുള്ള ഈ ഒരു സംസാരം കേട്ട് എല്ലാവരും ഒന്ന് നിശബ്ദമാവുകയാണ് കേട്ടോ. എല്ലാവരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് വരികയാണ്. പരസ്പരം ഒന്ന് നോക്കിയിട്ട് എല്ലാവരും കണ്ണു തുടയ്ക്കുകയാണ് കേട്ടോ. ഭാനു പറയുന്നുണ്ട്, മതി വല്യമ്മേ, നല്ലൊരു ദിവസമായിട്ട് നമ്മൾ എന്തിനാ എല്ലാവരും കൂടി ഇങ്ങനെ കരയുന്നത്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോൾ എല്ലാവർക്കും പരസ്പരം നന്നായിട്ട് തിരിച്ചറിയാം. മനസ്സിൽ നല്ല സന്തോഷവുമുണ്ട്. ഈ ഒരു നിമിഷം നമുക്കിനി കരയണ്ട, മതി, നിർത്തിയേക്ക് എല്ലാവരും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, അതെ, ഭാനു പറഞ്ഞതാണ് ശരി. ഈ ഒരു ദിവസം നമ്മൾ കരച്ചിലിന് തിരഞ്ഞെടുത്തതല്ലല്ലോ, എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് പറയാണ്. പിന്നീട് അവർക്ക് പിന്നാലെ തന്നെ മായയും സേതുവും ഭരത്തും അരുന്ധതിയും ഭാനുവും എല്ലാവരും അവരെ മഞ്ഞൾ മുഖത്ത് തെളിയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പരസ്പരം മധുരമൊക്കെ കൊടുത്ത് എല്ലാവരും ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും രമേശ് വന്നിട്ട് പറയുന്നുണ്ട്, സദ്യക്കുള്ള എല്ലാ തയ്യാറെടുപ്പും തയ്യാറായിട്ടുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട് എന്ന് പറയാണ്. ഓ അതെ അതെ, ഞങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വരികയാണ് രമേശ, എല്ലാം റെഡിയല്ലേ എന്ന് സേതു ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രമേശനും അവിടെ നിൽക്കുകയാണ്.